ഈ വളരെ തുടക്കം മുതൽ തന്നെ ഒരുപാട് ട്വിസ്റ്റുകൾ സമ്മാനിച്ച കൊലപാതകമാണ് തിരുവനന്തപുരത്തെ കളിയിക്കാവിളയിൽ അരങ്ങേറിയത്. കളിയിക്കാവിളയിൽ നിങ്ങൾക്കറിയുന്ന പോലെ ഒരു ക്രഷർ നടത്തിയിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടത്. ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ, ദീപുവാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ഈ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തിരയുന്ന സുനിൽകുമാറിൻ്റെ കാറ് ഉപേക്ഷിച്ച നിലയിൽ തമിഴ്നാട്ടിൽ കണ്ടെത്തി. കന്യാകുമാരി ജില്ലയിലെ കുലശേഖരത്തു നിന്നാണ് ഈ കാർ കണ്ടെത്തിയത്. നമ്മുടെ ബോർഡറിലാണ് ഈ കുലശേഖരം, നിങ്ങൾക്കറിയാം. സുനിൽകുമാറിനായി തമിഴ്നാട് പോലീസാണ് തെരച്ചിൽ നടത്തുന്നത്. ആ തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കേസിലെ രണ്ടാം പ്രതിയായ സുനിൽകുമാർ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നെന്നാണ് വിവരം. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ദീപുവിനെ കൊലപ്പെടുത്താൻ സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും അടക്കമുള്ളവ നൽകിയത് സുനിൽകുമാറാണെന്ന് നേരത്തെ അറസ്റ്റിലായ സജികുമാർ മൊഴി നൽകിയിരുന്നു. ഇയാൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ബന്ധങ്ങളുണ്ട്. സജികുമാർ പിടിയിലായതിന് തൊട്ടു പിന്നാലെ മൊബൈൽ ഫോൺ വീട്ടിലുപേക്ഷിച്ച് രക്ഷപ്പെട്ട ഇയാൾക്കായി അന്വേഷണ വിഭാഗം 4 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി സുനിൽകുമാറുമായി അടുത്ത ബന്ധമുള്ള 3 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സുനിൽകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രദീപ് ചന്ദ്രൻ, സുനിൽകുമാർ പാർട്ട്ണറായ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമ, പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് സെന്റർ ഉടമ എന്നിവരെയാണ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത്. കൊലപാതക ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദീപ് ചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പ്രദീപ് ചന്ദ്രനെ വ്യാഴാഴ്ച വൈകിട്ട് തമിഴ്നാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നെയ്യാറ്റിങ്കര പോലീസ് പിടികൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. നെയ്യാറ്റിങ്കരയിലെ സ്ഥാപനത്തിൽ നടന്ന മദ്യപാനത്തിനിടെയാണ് സജികുമാർ കൊലപാതകം നടത്തുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ സമയത്ത് പ്രദീപ് ചന്ദ്രനും ഉണ്ടായിരുന്നതായി സജികുമാർ തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിരുന്നു. 1-ാം പ്രതി സജികുമാറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. പണത്തിന് വേണ്ടിയാണ് സജികുമാർ കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അടിക്കടി മൊഴി മാറ്റുന്ന സജികുമാറിന്റെ രീതി പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. സുനിൽകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്താൽ ദുരൂഹതയുടെ ചരടുകൾ അഴിയുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. അതിനിടയിൽ ഈ കളിയിക്കാവിള കേസിലെ പ്രതി വേറൊരു കാര്യം പറഞ്ഞു. അതായത് ഈ കൊല്ലപ്പെട്ട ആൾ തന്നെ എന്നെ ഒന്ന് കൊന്നു തരണം എന്ന് പറഞ്ഞെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ഇൻഷുറൻസ് തുക കിട്ടുമല്ലോ, കുടുംബക്കാർ രക്ഷപ്പെട്ടു പോകട്ടെ, അതുകൊണ്ട് നീ എൻ്റെ കഴുത്തറുത്തൊന്ന് കൊലപ്പെടുത്തിയേക്കണം എന്ന് വരെ പറഞ്ഞു കളഞ്ഞു ഈ പ്രതി. അപ്പോൾ ഒരുപാട് ടിസ്റ്റുകൾ സമ്മാനിച്ച കേസാണ്. എന്തായാലും ഈ 1-ാം പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ അടുത്ത പ്രതികൾ കൂടി പോലീസ് വലയിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല.